ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്വേതാസ് ഡയറീസ്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഈ നടപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വഴി മനസ്സിലാകും ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന്. ഏതായാലും ഞാനിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് നടക്കുവാണ്. ഏതായാലും ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന വീക്കെൻഡ്സിൽ നമ്മളിങ്ങനെ വിചാരിക്കില്ല എവിടെയെങ്കിലും പോയാലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ കറങ്ങാൻ പോയതാണ് ഈ സ്ഥലത്ത്. നിങ്ങൾക്ക് വഴി ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ഞാൻ വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അത് ഒത്തിരി ദൂരമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ദൂരമുണ്ട് താനും. അപ്പം അതിൻ്റെ പേര് വോൾട്ടർ സിസലു നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്നാണ്. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ടിക്കറ്റിന് 80 Rand ആയിരുന്നു. അവിടെ ഇങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻസിനെ പറ്റിയും അവിടുത്തെ റൂട്ട് മാപ്പും ഒക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നമുക്ക് അറിയാം ഏത് സൈഡിലോട്ട് നടക്കണം എന്നൊക്കെ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കാണുന്നൊരു ചെറിയൊരു ഫൗണ്ടൻ അവിടെ ഉണ്ട്, അടുത്തൊരു സ്റ്റാച്യുവും ഉണ്ട്. അങ്ങനെ അതിലെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും ഒരു വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ഒരു തണുപ്പുണ്ട്, പക്ഷേ കൈൻഡ് ഓഫ് ഉച്ച സമയമായിരുന്നു, അതുകൊണ്ട് അത്രയും ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ നമ്മൾ നടക്കുമായതുകൊണ്ട് അത്യാവശ്യം ചൂടുമുണ്ട്. നടക്കുമ്പോൾ നമ്മൾ വേർക്കുമല്ലോ അങ്ങനെ, കാരണം ഡയറക്റ്റ് സണ്ണിൻ്റെ കീഴിലാണല്ലോ നമ്മൾ നടക്കുന്നത്. ഷെയ്ഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഞാൻ കണ്ടിരിക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഗ്രീനറി ഒക്കെ ഒന്ന് കുറച്ച് എൻജോയ് ചെയ്യുക, പ്ലസ് പിക്നിക്, അതാണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ നേരത്തെ പ്രിറ്റോറിയ ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ജോബർഗ് ബൊട്ടാണിക്കൽ ഗാർഡൻസിലും. എനിക്ക് തോന്നുന്നു പ്രിറ്റോറിയയും ജോബർഗും വെച്ച് നോക്കുമ്പോൾ വോൾട്ടർ സിസലുമാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പം പിന്നെ ചിലപ്പം ബാക്കിയുള്ളവർക്ക് ജോബർഗും പ്രിറ്റോറിയ ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഇതായിരിക്കും ഇഷ്ടം, ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രിറ്റോറിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ട്രെക്കിംഗ് കൈൻഡ് ഓഫ്, ട്രെക്കിംഗ് എന്നല്ല ഹൈക്കിംഗ് എന്ന് പറയും, ഹൈക്കിംഗ് പോലൊരു ഫീല് നമുക്ക് വരും. ഇത് കുറച്ചുകൂടെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ നടന്ന് പോവുക, ആ ഒരു ടൈപ്പ് ഒരു ഇതായിരുന്നു. മെയിനായിട്ട് ഞങ്ങൾ സെർച്ച് നടത്തിയപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് തപ്പിയായിരുന്നു ഞങ്ങളുടെ നടത്തം മൊത്തം. അതിന് മുന്നെയാണ് പോയത്, പക്ഷെ അത് ഞങ്ങൾ ഓൾമോസ്റ്റ് അത്യാവശ്യം ഇന്ന് ലാസ്റ്റിലൊക്കെ ആയിട്ടാണ് തോന്നുന്നത് കണ്ടത്. നമ്മളിങ്ങനെ ഓരോ റൂട്ട് ഇങ്ങനെ ലെഫ്റ്റ് പോകുന്നു, റൈറ്റ് പോകുന്നു, സ്ട്രെയിറ്റ് പോകുന്നു, അതിങ്ങനെ നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാം ഉണ്ട്, അങ്ങനൊക്കെ. അങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ കുറച്ച് ബേൺ ചെയ്ത് കുറച്ച് ഗ്രാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേണിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം വിൻ്ററാണ്, ആ സമയത്താണ് ഇവരെല്ലാം ഈ ഗ്രാസ് ഒക്കെ കത്തിച്ച് കളയുന്നത്. ഇപ്പം റോഡിൽ കൂടെ നമ്മളിപ്പോൾ പോവുകയാണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് മൊത്തം കത്തിച്ചിട്ടിരിക്കുന്ന കാണാം. അപ്പോൾ അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗ്രീനറി കിളുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവർ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇവിടെ അറിഞ്ഞത്. ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ ഒക്കെ പ്രോപ്പർ ബ്യൂട്ടി കാണണമെങ്കിൽ, അതായത് ഫ്ലവേഴ്സും അങ്ങനത്തെയൊക്കെ കാണണമെങ്കിൽ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ കഴിയുമ്പോഴേ പോകാവുള്ളൂ. ഞങ്ങൾ പക്ഷേ ഇതിപ്പം ഓഗസ്റ്റിലാണ് പോയത്, കൈൻഡ് ഓഫ് വിൻ്റർ ടൈമാണിത്. സോ അതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ, മൊത്തം പൊഴിഞ്ഞൊക്കെ കിടക്കുകയാണല്ലേ എല്ലാം. വിൻ്റർ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയി നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എക്സസൈസ് ചെയ്യാറില്ല, എന്നാലും ചുമ്മാ ഒന്ന് നടക്കാനുള്ള രീതിയിലാണെങ്കിലും തണുപ്പായതുകൊണ്ട് നമുക്ക് അത്രയും തോന്നത്തില്ല. അപ്പം പിന്നെ ഇങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയാൽ നടത്തവും നടക്കും, കുറച്ച് സ്റ്റെപ്സും കൗണ്ടാവും, അങ്ങനത്തെ ഒക്കെ കാശ് കൊടുത്ത് എക്സസൈസ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അങ്ങനെ കണ്ടുള്ളൂ. പിന്നെ എൻജോയ് ചെയ്യുക ഒരു വീക്കെൻഡ്, അപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുക, അതായിരുന്നു മോട്ടീവ്. അതിനു പുറമെ നല്ല നല്ല സീനിക് ബ്യൂട്ടിയും പിന്നെ അടിപൊളി ഫോട്ടോസും ഒക്കെ എടുക്കുക എന്നുള്ളതും ഉണ്ട്. ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് ബേർഡ്സിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അധികം സംസാരിക്കരുത്, പെതുക്കെ സംസാരിക്കാവുള്ളൂ, ബി ക്വയറ്റ് എന്ന്. പിന്നെ ഇവിടെ കണ്ടുവരുന്ന കുറേ ബേർഡ്സിൻ്റെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് അതിലേക്കൂടെ നോക്കുമ്പോൾ ബേർഡ്സിനെ കാണാം. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് അധികമൊന്നും ഞാൻ കണ്ടില്ല, 2 ബേർഡ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബേർഡ്സ് ഇല്ലെന്നല്ല, സൗണ്ടൊക്കെ കേൾക്കാം, നമുക്ക് കാണാൻ 1-2 അതിനെ പറ്റിയിട്ടുള്ളൂ. ആ ഏരിയയിൽ നിന്ന് നമ്മൾ നടന്നിങ്ങി വരുമ്പോൾ അടുത്തായിട്ട് വരുന്നത് കുറച്ച് വെള്ളമാണ്, ഇങ്ങനെ കാണാം ഒഴുകി പോകുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇച്ചിരി നേരം നിന്നു, കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. നല്ലൊരു ഇതാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ഡാമിൻ്റെ ഏരിയയാണ്. ഇനി നടന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ബ്യൂട്ടിയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇടയ്ക്കിങ്ങനെ കുറച്ച് ട്രീസൊക്കെ ഉണ്ടായിരുന്നു. ഹിൽസ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു. ഞങ്ങളിതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് പിക്നിക്കൊക്കെ നടത്താൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് ഉള്ള വഴി ഞങ്ങൾക്ക് കണ്ടു കിട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ആ ഒരു ഏരിയ നല്ല അടിപൊളി ഏരിയ കേട്ടോ. ദ ബെസ്റ്റ് ഇൻ ദാറ്റ് ഹോൾ ബോട്ടാനിക്കൽ ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് എൻ്റെ ബെസ്റ്റ്. ബാക്കിയുള്ളവരുടെ എനിക്കറിയത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ വാട്ടർഫോളിൻ്റെ ചുറ്റും നോക്കുവാണെങ്കിൽ ഫുള്ള് മലകളാണ്. അതിൻ്റെ ഇടയിൽ കൂടാണ് ഈ നല്ല ഒഴുകി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത്. നല്ല അടിപൊളിയാണ് അത് കാണാൻ. അടുത്ത് കണ്ടാൽ കുറച്ചുകൂടെ നല്ല അതിൻ്റെ ഒരു രസം മനസ്സിലാവും. ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയാണത്. ഈ വ്യൂ അതിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്നിട്ടാണ്. വെള്ളത്തിനകത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ഫുൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, ഡേഞ്ചറാണ്. അതുകൊണ്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന് നമുക്ക് താഴെ ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു ഭംഗിയാണ് നമുക്ക് കാണുന്നത്. എത്രമാത്രം ക്ലാരിറ്റിയിൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ്. ഇവിടെ സൈഡിൽ ഇങ്ങനെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാട്ടർഫോളിൻ്റെ വേറൊരു ആംഗിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതൊരു വേറൊരു രീതിയിലുള്ളൊരു ബ്യൂട്ടിയാണ്. ഞങ്ങളിങ്ങനെ അതിലെ മണ്ടയ്ക്കോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് വേറെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് ഞങ്ങളവിടെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഉള്ള ആ വാട്ടർഫോളിൻ്റെ ഒരു വ്യൂ ആണ്. വേറൊരു ഭംഗിയാണ് അതിന്. പിന്നെ ദൂരെ നിന്ന് നമ്മൾ ഈ വാട്ടർഫോൾ കാണുമ്പോൾ ഇതാണ് നമ്മൾ വേറൊരു വേ ആയിരുന്നു അത്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അടിക്കുന്ന വഴിക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് പോകുമ്പോൾ കാണാം ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ലെഫ്റ്റിൽ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാൻ അവിടെ ഒന്ന് കയറി. അപ്പോൾ അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഇവിടെ വേറൊരു സ്ഥലമുണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ അവിടെയും കൂടെ പോയേക്കാം എന്ന് വിചാരിച്ചപ്പോഴേക്ക് ഞങ്ങൾ സ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. അതിലെ ഇറങ്ങി കുറച്ച് കഴിയുമ്പം നമുക്ക് കാണാം നമ്മൾ നേരത്തെ ഓൾറെഡി കവർ ചെയ്തൊരു ഏരിയയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത്, ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്കൂടെ വേണേലും ഏത് സൈഡിലോട്ട് വേണേലും ആക്സസബിൾ എന്നുള്ള രീതിയിൽ. ഞങ്ങൾ നടന്നു വന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളായിരുന്നു ഇതൊക്കെ. ഞങ്ങളുടെ ഈ ബ്യൂട്ടിഫുൾ ജേർണിയുടെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് എടുത്ത ഫോട്ടോസും ഷോർട്ട് വീഡിയോസും ഒക്കെ. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയ സമയത്ത് അധികം ഫ്ലവേഴ്സ് ഒന്നും കണ്ടില്ലെങ്കിലും തീരാറായപ്പോൾ നല്ല വൈബ്രൻറ്റ് കളേഴ്സി കുറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ പേരറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഫ്ലവറിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒട്ടും താമസിപ്പിക്കേണ്ട, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ശ്വേതാസ് ഡയറീസ്.